നമസ്കാരം. ബി.ജെ.പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നേരിടാൻ കോൺഗ്രസ് മുൻകൈയെടുത്ത് രൂപീകരിച്ച ഇന്ത്യ സഖ്യം തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. വികസനവും ജനക്ഷേമവും മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി.ജെ.പിക്ക് മുന്നിൽ ഒരു പതിറ്റാണ്ടുകാലത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം തകർന്നടിഞ്ഞു എന്നു മാത്രമല്ല, ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്തു തെളിയിക്കാമെന്നും കിങ് മേക്ക് ഓവർ ആവാമെന്നുമുള്ള അവകാശങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും നേടാനാവാതെ തുടർച്ചയായി മൂന്നാം തവണയും പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴുകയും ചെയ്തു. ബി.ജെ.പിയുടെ തിളക്കമാർന്ന വിജയത്തിനും കോൺഗ്രസ് എ.പി പാർട്ടികളുടെ ദയനീയമായ പരാജയത്തിനുമൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപുമായി നടന്നു. ഇരു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറിയതാണ്. പൊതു സഖ്യത്തിന്റെ ഭാഗമാവാതെ കോൺഗ്രസ് സ്വന്തമായി മത്സരിച്ചതാണ് എ.പിയുടെ പരാജയത്തിന് കാരണമെന്ന ഒരു തൊടുന്യായം ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിൽ കാര്യമൊന്നുമില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും എ.പിയും ഒന്നിച്ചു മത്സരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ പാർട്ടികൾക്ക് ലഭിച്ച വോട്ടുകൾ കൂടി ബി.ജെ.പിക്ക് ലഭിക്കുമായിരുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഭാരതം ഭരിക്കാൻ 2 തവണ ജനങ്ങൾ അവസരം നൽകിയ ബി.ജെ.പിയെയും നരേന്ദ്രമോദിയെയും ഏതു വിധേനയും തോൽപ്പിക്കണം എന്നതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടത്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അത് രൂപീകരിച്ചത്. ബി.ജെ.പി വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമായ ഏതാണ്ട് എല്ലാ പാർട്ടികളും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. വിജയം സുനിശ്ചിതമാണെന്ന ചിന്തയിൽ ഇങ്ങനെ ഒരു സഖ്യം തങ്ങളുടെ ആശയമാണെന്ന് ഓരോ കക്ഷിയും അവകാശപ്പെടാനും തുടങ്ങി. സഖ്യം ഇപ്പോൾ തന്നെ ജയിച്ചിരിക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു കോൺഗ്രസിന്റെയും പല പ്രാദേശിക പാർട്ടികളുടെയും ഭാവം. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയും നരേന്ദ്രമോദിയും അധികാരത്തിലെത്തി. ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എയുടെ ഈ വിജയം അവിടെ അവസാനിച്ചില്ല. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ച ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജയിച്ചത് ബി.ജെ.പിയും എൻ.ഡി.എയും തന്നെയാണ്. ഇതോടെ ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടി അങ്ങ് രൂക്ഷമായി. കോൺഗ്രസിന്റെ അധികാരക്കൊതിയും ധാർഷ്ട്യവുമാണ് പരാജയത്തിന് കാരണം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോടെ ഇന്ത്യ സഖ്യം തീർത്തും അങ്ങ് അനാഥമായി. ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന ബി.ജെ.പിയെ വെല്ലുവിളിച്ച പല പാർട്ടികളും ഇതിനോടകം എൻ.ഡി.എ സഖ്യത്തിൽ ചേർന്നു. ആന്ധ്രയിലും ടി.ഡി.പിയിലും ബീഹാറിലെ ജെ.ഡി.യുയിലും മഹാരാഷ്ട്രയിലെ ശിവസേനയിലും പ്രബല വിഭാഗവും എൻ.സി.പിയുടെ ഒരു ഭാഗവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ഇവയിൽ പെടുന്നു. ഇനിയും കൂടുതൽ പാർട്ടികൾ ബി.ജെ.പിക്കൊപ്പം വരുമെന്ന് സൂചനയുമുണ്ട്. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഒരുക്കമാണെന്ന് മമത പലതവണ പറയുകയുണ്ടായി. ശരത് പവാറിനെ പോലെയുള്ളവർ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. ബീഹാറിൽ കോൺഗ്രസിനൊപ്പം മത്സരിക്കാൻ താല്പര്യമില്ലെന്നും അവിടെ പ്രതിപക്ഷമായി ആർ.ജെ.ഡിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ ഇടതു പാർട്ടികളല്ലാതെ മറ്റൊരു കക്ഷിയും അംഗീകരിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിവുകെട്ടവനും രാജ്യത്തോട് കൂറില്ലാത്തവനുമായ രാഹുലിനെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് തട്ടിക്കൂട്ടിയ ഇന്ത്യ സഖ്യം ഇല്ലാതാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ സംഭവിക്കുന്നതിൽ ദേശസ്നേഹികൾക്ക് ആഹ്ലാദിക്കാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.